ഈ സെബ്രോണിക്സിന്റെ കുറെ പ്രൊഡക്റ്റുകൾ എന്തെങ്കിലുണ്ട്. ഇതിൽ എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നൊന്നുമില്ല, എന്നാൽ അതിൽ ചില മോഡലുകൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ സെബ് പാർട്ടി ഫയർ 700 എന്ന് പറയുന്ന ഒരു മോഡൽ ഇറക്കിയായിരുന്നു. അതായത് ഈ ഇരിക്കുന്നത് സെബ് പാർട്ടി ഫയർ 800 എന്ന് പറയുന്ന മോഡലാണ്. ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയതാണ് 700 എന്ന് പറയുന്ന മോഡൽ. അത് ഞാൻ യൂസ് ചെയ്യാനുള്ള കാരണം അതിന്റെ സൗണ്ട് ക്വാളിറ്റിയും അതിന്റെ ബിൽഡ് ക്വാളിറ്റിയും കിട്ടില്ലതാണ്. അതായത് സെബ്രോണിക്സിന്റെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ടി സ്പീക്കറുകളിൽ ഒരു സെഗ്മെന്റ് ആണ് സെബ് പാർട്ടി ഫയർ 700 അതേപോലെ 800 ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് 700 വേണമെന്നുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യാം. ഇനിയും കുറച്ചുകൂടി അപ്ഗ്രേഡഡ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 800 പർച്ചേസ് ചെയ്യാം. കാരണം 700 ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് വെറുതെ അല്ല, ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് പാർട്ടി ഫയർ 700 എന്ന് പറയുന്ന മോഡൽ. അത്രയ്ക്കും എനിക്ക് നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള മോഡലാണ് ഈ 700 എന്ന് പറയുന്നത്. ഇനി നമുക്ക് 800ലേക്ക് വരാം. ഇതിൽ 160 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. 700നേക്കാളും കുറച്ച് വെയിറ്റ് കൂടുതലാണ്. ഇതിന് 7.3 kg ആണ്. ഈ 700 എന്ന് പറയുന്ന മോഡൽ എനിക്ക് തോന്നുന്നു 6 point something അത്രയും ഉള്ളൂ. 1 കിലോയുടെ വെയിറ്റിന്റെ വ്യത്യാസം വരുന്നുണ്ട്. വെയിറ്റിന്റെ കാര്യം പറയാനുള്ള കാരണം ഇത് നമ്മൾ പലയിടത്തും നമുക്കിത് മൂവ് ചെയ്ത് കൊണ്ട് പോകേണ്ട ആവശ്യം വരും. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ വെയിറ്റ് എത്രയുണ്ടെന്ന് പറയുന്നത്. പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ സ്പീക്കറിന്റെ ഒക്കെ വെയിറ്റ് പറയുന്നതെന്ന്. ഇതിൽ വീലിന്റെ ഒരു സംവിധാനമില്ല. അതായത് നമുക്ക് വലിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, ഇത് എടുത്തുകൊണ്ട് തന്നെ പോകണം. അപ്പൊ വെയിറ്റ് എത്രയുണ്ടെന്ന് അറിയുന്നത് നന്നായിരിക്കും. ഇതിൽ TWS ഫംഗ്ഷൻ വരുന്നുണ്ട്. അതായത് ഇതേപോലുള്ള ഒരു സ്പീക്കറുകൾ ഉണ്ടെങ്കിൽ രണ്ടും ഇന്റർ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട്. ഇതിന്റെ ലുക്ക് സെയിം തന്നെയാണ്. 700 ലുക്ക് എങ്ങനെയായിരുന്നു സെയിം ലുക്കിൽ തന്നെയാണ് 800 വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഡ്യുവൽ മൈക്ക് സപ്പോർട്ട് വരുന്നുണ്ട്, ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ട്, പിന്നെ 6 ഹവേഴ്സിന്റെ ബാറ്ററി ബാക്കപ്പും ഈ ഒരു പാർട്ടി സ്പീക്കറിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്, എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇനി ചെറിയ ബോക്സിൽ എന്തൊക്കെ അക്സസറീസ് വന്നിട്ടുണ്ടായിരുന്നു നോക്കാം. USB A to C ഒരു ചാർജിംഗ് കേബിൾ, ഓക്സ് കേബിൾ, റിമോട്ട് കൺട്രോൾ, യൂസർ മാനുവൽ, 2 വയർലെസ് മൈക്കുകളുമാണ് ഈ ബോക്സിൽ ലഭിച്ചത്. ഈ 2 മൈക്കുകളും ഇൻബിൽഡ് ബാറ്ററിയോടൊപ്പമാണ് വരുന്നത്. അതായത് ഇത് റീചാർജബിൾ ആണ്, ചാർജ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നൽകിയിരിക്കുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് ഓൺ ചെയ്യാൻ സാധിക്കും. മൈക്കിൽ ഒരു ചെറിയ ഡിജിറ്റൽ ഡിസ്പ്ലേയും നൽകിയിട്ടുണ്ട്. ഓക്കെ, അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പാർട്ടി സ്പീക്കർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഈ പാർട്ടി സ്പീക്കർ നമുക്ക് ഈ രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ പ്ലേസ് ചെയ്യാനുള്ള ലെഗും ഇതിന് നൽകിയിട്ടുണ്ട്. അപ്പൊ 2 രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഫുൾ റേഞ്ച് ഡ്രൈവേഴ്സ് വരുന്നത് 16.51 സെന്റിമീറ്ററും ട്യൂറ്റർ 6 സെന്റിമീറ്ററിന്റെയുമാണ്. ഫ്രീക്വൻസി റെസ്പോൺസ് 30 ഹെർട്സ് മുതൽ 18 ഹെർട്സ് വരെയാണ് പറയുന്നത്. ഇംപിഡൻസ് ഫുൾ റേഞ്ചിൽ 4 ohms ട്യൂറ്ററിൽ 6 ohms ആണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന USB അല്ലെങ്കിൽ മെമ്മറി കാർഡ് സൈസ് 32 GB ആണ്. ഇതിന്റെ ചാർജിംഗ് ടൈം ബ്രാൻഡ് പറയുന്നത് 4 hours ആണ്. പ്ലേ ബാക്ക് ടൈം 6 hours ആണ്. ഏകദേശം അതിനടുത്തൊക്കെ ഇതിന് ബാക്കപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല അത്രയും കിട്ടുമെന്നുള്ള കാര്യം. 700 യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അത്രയൊക്കെ നമുക്ക് ബാക്കപ്പ് അതിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഇതിലും ഏകദേശം അങ്ങനെ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഡ്യുവൽ വയർലെസ് മൈക്കുകൾ വരുന്നതുകൊണ്ട് സാമാന്യം ആൾ കൂടുന്ന ഒരു പാർട്ടിക്കൊക്കെ നമുക്ക് ഈ ഒരു പാർട്ടി സ്പീക്കർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം 2 മൈക്കുകളുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൈക്കുകൾ യൂസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റിയും ഇതിന് കിട്ടും. ഈ പാർട്ടി സ്പീക്കർ എന്ന് പറയുന്നത് തന്നെ നല്ല ലൗഡ്നെസ് ഉള്ള സ്പീക്കറാണ് ഈ പാർട്ടി സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പം ചില ബ്രാൻഡുകൾ ലൗഡ്നെസ്സിന് വേണ്ടി ലൗഡ്നെസ് മാത്രമായിട്ട് അതിലങ്ങ് ഇടിച്ചു കയറ്റും. ബട്ട് ഈ ഒരു പാർട്ടി സ്പീക്കർ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇവർ കറക്റ്റായിട്ട് ഇതിൽ ബേസും ട്രബിളും എല്ലാം ബാലൻസ്ഡ് ആയിട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ലൗഡ്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ലൗഡ്നെസ് ഉണ്ട്, ബട്ട് അത് ഓവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഈ ഒരു പാർട്ടി സ്പീക്കറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഈ 700 ഞാൻ ആദ്യം കാണിച്ച ആ മോഡലിലും അത് തന്നെയാണ്. സാധാരണ പാർട്ടി സ്പീക്കറുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒത്തിരി ബെറ്റർ ആയിട്ട് തോന്നി. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ചില പാർട്ടി സ്പീക്കറൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ബേസ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ബേസ് കാരണം വോക്കൽസ് എന്താണ് പാട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ ആ പാട്ട് നമുക്ക് ശരിക്കും കേൾക്കാനായിട്ട് പറ്റത്തില്ല. അതൊരു വല്ലാത്ത രീതിയിലൊരു എന്താ പറയുന്ന ഒരു ഡിസ്ട്രോഷൻ പോലാണ് ആ ബേസും ആ ലൗഡ്നെസ്സും എല്ലാം കൂടെ വന്നിട്ട്. ബട്ട് ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം കൂടെ വരുന്നില്ല. ക്ലാരിറ്റി ഭയങ്കര സെറ്റപ്പായിട്ട് തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു പാർട്ടി സ്പീക്കർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് പാർട്ടി സ്പീക്കറായിട്ട് മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ മൂവീസ് കാണാനോ അല്ലെങ്കിൽ അതേപോലുള്ള വീട്ടിലെ ആവശ്യങ്ങൾ, വീട്ടിലൊരു പാട്ട് കേൾക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. കാരണം ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ആ ലെവലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു പാർട്ടി സ്പീക്കറിന്റെ ബിൽഡ് ക്വാളിറ്റി സൂപ്പറാണ്. സെബ്രോണിക്സിന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകൾക്കും നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റി കിട്ടും. അതിനോടൊപ്പം തന്നെ ഇതൊരു പ്രീമിയം ഫിനിഷിംഗിലാണ് വരുന്നത്. ഇതിന്റെ ഈ RGB ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള RGB മോഡ്സ് വരുന്നുണ്ട്. ടോട്ടൽ 9 മോഡ്സ് ആണ് RGB മോഡ് ഇതിൽ വരുന്നത്. ഇതിന്റെ കൺട്രോൾസ് മൊത്തം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുൾ കൺട്രോൾ ഇതിന്റെ ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ സെബ്രോണിക്സിന്റെ ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. ഇത് പവർ ബട്ടൺ ആണ്. അതിനടുത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് RGB ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് RGB മോഡ്സ് ചേഞ്ച് ചെയ്യാം. ഇത്
മെനു ബട്ടൺ ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബേസ്, ട്രബിൾ, വോളിയം, എക്കോ ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആയിട്ട് ഓരോ കാര്യങ്ങളെ ചേഞ്ച് ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. നോക്കുക, ഈ രീതിയിൽ നമുക്ക് മെനു ബട്ടൺ കൺട്രോൾ ചെയ്യാം. പിന്നെ റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട്. LD എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ ഉണ്ട്. ഇത് ലൗഡ്നെസ് ബട്ടൺ, അതായത് ഔട്ട്ഡോർ ഇൻഡോർ മോഡ് നമുക്ക് ഇതിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇൻഡോർ മോഡ്, ഔട്ട്ഡോർ മോഡ്. ഓക്കെ, അതിന് താഴെയായിട്ട് കാണുന്ന ഈ ഒരു ബട്ടൺ ഭയങ്കര യൂസ്ഫുൾ ആണ്. എക്സ് ബാസ് എന്ന് പറയുന്നത്, അതായത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബേസ് ബൂസ്റ്റ് ഓൺ, ബേസ് ബൂസ്റ്റ് ഓഫ്. സാധാരണ പാർട്ടി സ്പീക്കറിലും ബ്ലൂടൂത്ത് സ്പീക്കറിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ബട്ടൺ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ബേസിൽ ചേഞ്ചസ് ഒന്നും സാധാരണ നമുക്ക് ഫീൽ ചെയ്യാറില്ല. പക്ഷേ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ബേസ് ബൂസ്റ്റ് ആകുന്നത് കറക്റ്റ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് താഴെയായിട്ട് ഇവിടെയും ഒരു M എന്ന് പറയുന്ന ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനാണ്. FM, ഓക്സ്, USB, ബ്ലൂടൂത്ത്, അങ്ങനെ 4 മോഡ്സ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കൺട്രോൾസ് ആണ് ഇതിൽ ലഭിക്കുന്നത്. ഇനി ഇതിന്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് കണക്ടിവിറ്റി പോർട്സ് ലഭിക്കുന്നത്. ഈ 2 പോർട്ടിൽ ഒരെണ്ണത്തിൽ നമുക്ക് മൈക്കും മറ്റൊരെണ്ണത്തിൽ ഗിറ്റാറും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സൈഡിൽ ഒരു ടൈപ്പ് C പോർട്ട് ഉണ്ട് ഫോർ ചാർജിങ്. അടുത്ത ഒരു ഓക്സ് പോർട്ട് ആണ്. അതിനടുത്തായിട്ട് ഒരു USB പോർട്ടും കാണാനായിട്ട് സാധിക്കും. ഈ കൺട്രോൾസിൽ നമുക്ക് ബേസും ട്രബിളും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം റിമോട്ടിലും ആ ബട്ടൺസ് നൽകിയിട്ടുണ്ട്. ഇതിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ബേസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ട്രബിൾ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ബേസിക് ആയിട്ടുള്ള കുറെ ബട്ടൺസും ഫീച്ചേഴ്സും ഒക്കെയാണ് റിമോട്ടിൽ വരുന്നത്. വയർലെസ് ആയിട്ട് നമുക്ക് ഈ ഒരു പാർട്ടി സ്പീക്കർ ഇത് ഉപയോഗിച്ചുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടി സ്പീക്കറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ 1-2 പാട്ടുകളൊക്കെ ഇട്ടുന്ന കേൾപ്പിക്കാം. കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അധികം പാട്ടുകൾ കേൾപ്പിക്കാൻ പറ്റത്തില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത 1-2 സോങ്സ് നമുക്ക് ഇതിലൊന്ന് കേട്ടു നോക്കാം. Bass boost off. വാസലൈ നാടി വാരായ്. Bass boost on. അപ്പൊ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ. നല്ല ബേസും ട്രബിളും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ലൗഡ്നെസ്സും വേണം, ഡിസ്ട്രോഷന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, ക്ലിയർ ആയിട്ടുള്ള വോക്കൽസ് വേണം, ഇങ്ങനെയൊക്കെയുള്ളതാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടി സ്പീക്കർ നിങ്ങൾക്ക് നോക്കാം. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഈ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈനും ലുക്കും ഒക്കെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആണ്. സാധാരണ പാർട്ടി സ്പീക്കറിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആക്കുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു ഡിസൈൻ ഒക്കെ അടിപൊളിയായിട്ടാണ് ബ്രാൻഡ് നൽകിയിട്ടുള്ളത്. ഏകദേശം 14,000 രൂപയുടെ അടുത്താണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കാം. ഇനി പാർട്ടി ഫയർ 700 ആണ് ബൈ ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് സ്ക്രീനിൽ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയേക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആണ് ഇതുവരെ വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.